ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ വൻമരങ്ങൾ കടപുഴകിയത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയാകും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണ പ്രതിപക്ഷ മുന്നണികളെ ഞെട്ടിച്ച് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ച പ്രമുഖ നേതാക്കൾ പരാജയപ്പെട്ടത് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നു. പതിറ്റാണ്ടുകളായി പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വൻമരങ്ങളാണ് ജനവിധിയിൽ കടപുഴകി വീണത്. UDFന്റെയും LDFന്റെയും മുൻനിര നേതാക്കളാണ് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടത്. ഇത് പഴയന്നൂർ ബ്ലോക്ക് പരിധിയിലെ രാഷ്ട്രീയ ചിത്രത്തിന് പുതിയ മാനം നൽകുകയാണ്. തിരുവില്ലോമല, ചേലക്കര, കൊണ്ടാഴി ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പഴയന്നൂർ ബ്ലോക്കിൽ സംഭവിച്ച ഈ നേതൃനിരയുടെ പതനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള ജനമനസ്സിലെ മാറ്റത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. പഴയന്നൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ PK മുരളീധരൻ, തിരുവില്ലോമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N ഉദയൻ, തിരുവില്ലോമല പഞ്ചായത്തിലെ പ്രമുഖ പ്രതിപക്ഷ നേതാവും ലോക്കൽ സെക്രട്ടറിയുമായ KP ഉമാശങ്കർ എന്നിവർ പരാജയപ്പെട്ട പ്രമുഖരിൽ ഉൾപ്പെടുന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും DCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന P സുലൈമാൻ, ചേലക്കരയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന TM കൃഷ്ണൻ എന്നിവരും ദയനീയ പരാജയം ഏറ്റുവാങ്ങി. ഒരു മുന്നണിക്ക് മാത്രമല്ല, ഇരു മുന്നണികൾക്കും ഒരുപോലെ പ്രമുഖരെ നഷ്ടമായി എന്ന വസ്തുതയാണ് പഴയന്നൂർ ബ്ലോക്കിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പ് ഫലത്തെ ശ്രദ്ധേയമാക്കുന്നത്. വർഷങ്ങളായി പഞ്ചായത്ത് ഭരണരംഗത്തും പാർട്ടി നേതൃത്വത്തിലും നിർണായക സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഈ നേതാക്കളുടെ പരാജയം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. യുവതലമുറയിലെ സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ അപ്രധാന സ്ഥാനാർത്ഥികൾക്കോ ആണ് പലയിടത്തും വിജയം കൈവരിക്കാനായത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രാദേശിക നേതൃത്വത്തിനും അതത് പാർട്ടികളുടെ ജില്ലാ നേതൃത്വത്തിനും ഒരുപോലെ തലവേദന സൃഷ്ടിക്കുന്നതും ഭാവി രാഷ്ട്രീയ നീക്കങ്ങളെ പുനഃപരിശോധിക്കാൻ നിർബന്ധിതമാക്കുന്നതുമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് CCV.